ഒരു മനുഷ്യൻ രോഗിയാണെന്ന് ബോധ്യം വന്നാൽ ആ രോഗത്തെ ചികിത്സിക്കുവാൻ കഴിയുന്ന ഡോക്ടറെ കണ്ടെത്തുകയും ആ ഡോക്ടറോട് തൻ്റെ രോഗവിവരം പറയുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൻ ചികിത്സ നടത്തി ആ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പാപിയാണ് എന്ന് സമ്മതിക്കുകയും അവൻ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുകയും ആ യേശുക്രിസ്തുവിനോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ അവൻ പാപമോചനം പ്രാപിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊരു വ്യക്തി പാപിയായിരിക്കുന്നുവോ പാപിയായിരിക്കുന്ന വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ കൂടാതെ പാപമോചനമില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പാപിയാണെന്ന് അംഗീകരിക്കുന്ന ഏതൊരുവനും യേശുവിനെ അംഗീകരിക്കുകയും യേശുവിനെ എൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും.